ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ദൃശ്യം 3 ടീസർ വെളി വന്നിട്ടുണ്ടേ. അപ്പോൾ ദൃശ്യം ഫസ്റ്റ് പാർട്ട് ഇറങ്ങുന്നത് 2013-ലും രണ്ടാമത്തെ പാർട്ട് 2021-ലുമാണ് ഇറങ്ങുന്നത്. ആ സമയത്തൊന്നും ഞാൻ റിവ്യൂ അത് ഫോൺ പോലും ഇല്ലാത്ത സമയമാണ്. 2013 ഉണ്ട് ഒരു ചെറിയ ഫോൺ, അന്ന് ഇതുപോലത്തെ ആൻഡ്രോയിഡ് ഫോണൊന്നും ഇല്ലല്ലോ. 2021-ലും ഞാൻ അങ്ങനെ റിവ്യൂ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ദൃശ്യം ഫസ്റ്റിൻ്റെയും ദൃശ്യം സെക്കൻഡിൻ്റെയും ചെറിയൊരു റിവ്യൂ, എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ ഇതിനകത്തൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ വീഡിയോ അവസാനം വരുന്ന കാണണം. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ദൃശ്യം 3യുടെ ഈ ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഇത് എനിക്കൊരു ടീസറായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനൗൺസ് ചെയ്തില്ലേ, ഒരു ദൃശ്യത്തിൻ്റെ ഷൂട്ടിങ് അനൗൺസ് ഒക്കെ ചെയ്തില്ലേ, ഇപ്പം നെൽസനൊക്കെ ചെയ്യുന്നതിനുണ്ട്. അതേപോലെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു ക്രൂവിനെ വെച്ചൊരു ഇത് ചെയ്യുമല്ലോ, അതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ദൃശ്യം ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഒരു തീം ഇതിനകത്ത് പറഞ്ഞിട്ടാണ് ഏറ്റവും ലാസ്റ്റ് തേർഡ് പാർട്ടിൻ്റെ പോയേക്കുന്നത്. തേർഡ് പാർട്ടിനകത്ത് ലാലേട്ടൻ ഒരു പള്ളിയിൽ കുമ്പസരിക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണിച്ചത്. ഈ ടീസറിനകത്ത് 2013-ലെ സ്റ്റോറി 2021-ലെ സ്റ്റോറിയും പറയുന്നുണ്ട്. 2013-ലെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിസിറ്റിയോടെ കയറി ഹിറ്റായതാണ്. ദൃശ്യം 2013 ഡിസംബറിൽ, എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഡിസംബറിലാണ് ഈ സിനിമ റിലീസാവുന്നത്, 2013 ഡിസംബറിൽ. അപ്പോൾ അത് ഇറങ്ങിയതും വലിയ പബ്ലിസിറ്റി ഇല്ലാതാണ് ഇറങ്ങിയത്. മമത പബ്ലിസിറ്റിയോടെ 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ പടം കയറി അങ്ങ് കൊടുക്കുന്നത്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കയറി കൊടുക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യം ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ്, ഒരാഴ്ച ഗ്യാപ്പിലാണ്, എന്ന് വെച്ചാൽ ഒന്നൊന്നര ആഴ്ച ഗ്യാപ്പിലാണ് ലാലേട്ടൻ്റെ തന്നെ ജില്ല ഇറങ്ങുന്നത്. വിജയുടെ കൂടെയുള്ള ജില്ല ഇറങ്ങുന്നത്. ജില്ല ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു. ഞാൻ ജില്ല ഫസ്റ്റ് ഷോ കാണാൻ പോയ ഒരാളാണ്. ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ സിനിമ, ദൃശ്യം ചെറിയ സിനിമയും മറ്റേതൊരു വലിയൊരു എന്ന് വെച്ചാൽ ഒരു കൊമേഴ്ഷ്യൽ വലിയൊരു ബാനറിൽ വരുന്നൊരു പടമാണ്. അപ്പോൾ അത് അതിനകത്ത് ഭയങ്കര പ്രൊമോഷനൊക്കെ ആയിരുന്നു. ഈ മീശ പിരിച്ച നരസിംഹവും വാളെടുത്ത പോക്കിരിയും ഒരേ ജില്ലയിൽ നിന്നും പറഞ്ഞുകൊണ്ട് ഓരോ ഇത് പോസ്റ്ററിലൊക്കെ അവർ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമേ ഉള്ളൂ, പടം ഒരു ഇതുമില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് നേരെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ജില്ലയും സംസ്ഥാനം വിട്ടുപോയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രോളൊക്കെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സമയത്താണ് ഈ ദൃശ്യം കയറി കൊടുക്കുന്നത്. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഈ ജില്ലയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ദൃശ്യം കാണുന്നത്. ദൃശ്യം കണ്ട് നമുക്ക് തന്നെ എന്ന് വെച്ചാൽ ഒരു തുടക്കം, ആ ദൃശ്യം കാണുമ്പോൾ പറയും തുടക്കം ഒരു ഫാമിലി ഇതുപോലൊക്കെ തുടങ്ങിയിട്ട് ആദ്യമേ തന്നെ ഒരു കണ്ടന്റ് അവർ ഇട്ട് വെക്കുന്നുണ്ട്. അതിനിട്ട് പിന്നെ ഒരു ഫാമിലി പോലെ തുടങ്ങിയിട്ട് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാണ് നമ്മളെ ആകാംക്ഷ കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി പിന്നെ ക്ലൈമാക്സ് വരെ നമുക്ക് എന്തോ ആവണം എന്നുള്ള ഒരു രീതിയിലായി പോയി. നമ്മുടെ കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ കാണാൻ തോന്നും. അതേപോലത്തെ ഒരു പടം കൂടിയാണ്. പിന്നെ ജിത്തു ജോസഫ് ആ സമയത്ത് ഈ ദൃശ്യത്തിനെ പറ്റിയൊക്കെ ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊറിയയിലുള്ള ഏതൊരു ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയ ഈ സിനിമ തയ്യാറാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സത്യമായിരുന്നു. ജിത്തു ജോസഫ് ആ കൊറിയയിലെ ഏകദേശം ഒരു ടീം അവരെടുത്തിട്ടുണ്ടായിരുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ ശവം കുഴിച്ചിടുന്ന ഒരു ടീം എടുത്തിട്ടാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നത്. പക്ഷെ ഇത് നല്ല രീതിയിൽ എടുത്തു. പിന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കും തോന്നും ഈ പോളിഗ്രാഫൊക്കെ വെച്ച് ഇത് കണ്ടുപിടിക്കാമല്ലോ എന്ന് തോന്നും. പക്ഷേ അതിനകത്ത് തന്നെ അവർ പ്രഷർക്ക് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി അത് അവിടെ ബ്ലോക്ക് ആക്കുന്നുണ്ട്. അത് പറഞ്ഞൊരു ബ്ലോക്ക് ആക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കേസിന് അതും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ പാർട്ടിലോട്ട് വരുമ്പം ജോർജ് കുട്ടി ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ കുറച്ചും കൂടെ ഒരു റിച്ച് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിനോടൊപ്പം തന്നെ നല്ല ഒരു ക്ലൈമാക്സും കൂടെ ആയ ഒരു പാർട്ടാണ് സെക്കൻഡ് പാർട്ടും ഉള്ളത്. സെക്കൻഡ് പാർട്ട് നല്ലൊരു പാർട്ടായിട്ട് തോന്നി. പക്ഷേ രണ്ടുകൂടെ കമ്പയർ ചെയ്താൽ എൻ്റെ ഫേവറേറ്റ് ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. പിന്നെ ഇപ്പം 2026 തേർഡ് പാർട്ട് വരാൻ പോകുന്നുണ്ട്. ഈ 2 പാർട്ടിനും ലാലേട്ടൻ രക്ഷപ്പെടുന്നതും കാണിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പം സെക്കൻഡ് പാർട്ടിലും കുറച്ച് മിസ്റ്റേക്കുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മറ്റേ ആ ബോണൊക്കെ എടുത്തുകൊണ്ട് പോയി ഒരിടത്ത് വെക്കുമല്ലോ, അത് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ അത് വേറെ സെക്യൂരിറ്റികളൊന്നും ഇല്ലാത്ത ഒരു രീതിയിലാണ് അതിനത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ അതും വേറെ ഓരോ രീതിയിൽ ആ കേസ് തെളിയിക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് മാത്രം ചിന്തിക്കപ്പെടുള്ളത്. വേറെ ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ കേസൊക്കെ നല്ല രീതിയിൽ എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും ആ പോളിഗ്രാഫ് എടുത്ത് നോക്കേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ അത് അവർ ബ്ലോക്ക് ആക്കി വെച്ചേക്കാം. എല്ലാവരുടെ അടുത്തും ചോദിക്കുമ്പം ഫസ്റ്റ് പാർട്ടിൽ പോളിഗ്രാഫിൻ്റെ ബ്ലോക്ക് ആക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷേ അത് ഇപ്പോഴും എടുക്കാം. ഈ ഒരു കേസ് അന്വേഷിക്കാൻ തെളിയാത്ത കേസിനൊക്കെ പോളിഗ്രാഫൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ തേർഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ വരാനുണ്ട്. പിന്നെ ജിത്തു ജോസഫിൻ്റെ കാര്യമല്ലോ, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പം കുറേ ഫ്ലോപ്പുകൾ വരുന്നുണ്ട്. ഇപ്പം പഴയതുപോലെ ജിത്തു ജോസഫ് കൊറിയൻ സിനിമകളൊക്കെ കാണുന്നത് കുറഞ്ഞെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരൻ്റെ സിനിമയെല്ലാം പുള്ളിക്കാരൻ എടുത്ത് വെച്ചത് തന്നെ മാറ്റി തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തേക്കുക. അതേപോലെ തന്നെ ഇപ്പം വരുന്നെങ്കിൽ പടം ഇതാവത്തേ ഉള്ളൂ, പുകയാവത്തേ ഉള്ളൂ. അതേപോലെ തന്നെ വരുന്നെങ്കിൽ. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 3 പേരാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത്. ഒന്ന് ആശീർവാദ്, ഒന്ന് പെൻ സ്റ്റുഡിയോ, ഒന്ന് പനോരമ സ്റ്റുഡിയോ, അങ്ങനെ 3 പേരാണ് ചേർന്ന് എടുക്കുന്നത്.
വാഴയുടെ കൂടെ റിലീസാക്കാൻ പറ്റിയിരുന്നതായിരുന്നു. അത് മറ്റേ GCCയിൽ ഒക്കെ വേൾഡ് വൈഡ് എന്തൊക്കെ യുദ്ധം ആയതുകൊണ്ട് അത് മാറ്റി. അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതിലൂടെയാണ് മാറ്റിയത്. പക്ഷേ അത് വാഴയ്ക്ക് നല്ല ഉപകാരമായി. വാഴ കയറി കൊളുത്തി. ഇനി ഇത് വാഴയുടെ കളക്ഷൻ ഇനി ദൃശ്യത്തിന് ഒരു വെല്ലുവിളി ടാർഗറ്റാണ്. അപ്പോൾ അതുവരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു പടം ഇപ്പം ദൃശ്യം ഫസ്റ്റിൽ ഇപ്പം 2013 ജോർജ് കുട്ടി ഫസ്റ്റിലായിരുന്നെങ്കിൽ ഇപ്പം അന്നത്തെ റൂള്, അതായത് ജീവപര്യന്തം എന്നുള്ള റൂള് ആ സമയത്ത് 2013 വർഷമായിരിക്കും. 13 വർഷം ഇപ്പം കഴിഞ്ഞേനെ. ഇപ്പം പുള്ളിക്ക് വേണമെങ്കിൽ വെളിയിലിറങ്ങായിരുന്നു. ഈ ദൃശ്യം 2ൻ്റെയും ദൃശ്യം ഫസ്റ്റിൻ്റെ തേർഡിൻ്റെയും സെക്കൻഡിൻ്റെയും ആവശ്യം വരത്തില്ലായിരുന്നു. അപ്പോൾ ഈ പടം ചിലപ്പം ഹിറ്റ് ആവുമായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇനി 4ാമത്തെ പാർട്ടിലോട്ട് പോയാലും പണി പാടത്തേ ഉള്ളൂ. കാരണം പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചേ ഉദ്ദേശിക്കത്തുള്ളൂ. അത് കൂടുതൽ കാണുമ്പോൾ പക്ഷേ ആ 2013 ഓഡിയൻസ് അല്ല ഇപ്പോൾ 2026 വരുമ്പോൾ ആ പിള്ളേർ അവർ തന്നെ ഇപ്പം ആ സമയത്ത് 2013 സ്റ്റുഡൻസ് ആയിട്ടുള്ള പഠിച്ചവർ തന്നെ ഇപ്പം നല്ല ഉദ്യോഗസ്ഥരായിട്ട് മാറിയവരും കാണും. അതായത് സിവിൽ സർവീസ് എടുത്തവരും കാണും, അല്ലാതുള്ളവരെ പല പല ജോലിയിൽ ഇരിക്കുന്നവരും കാണും. അപ്പോൾ അവരും ചിന്തിച്ച് നോക്കും ഇതേപോലെയൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ടാർഗറ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അപ്പം മെയ് 21 റിലീസ്. നമുക്ക് കണ്ടറിയാം ഈ പടം എങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ടീസറായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു ചെറിയ ഒരു എന്താ പറയുന്നത് ഒരു ഷൂട്ടിങ് ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വെളിവിടേണ്ട സാധനം ഇപ്പം 3 കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം വെളിവിട്ടേക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നെന്ന് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.